ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പവിത്രത്തിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പൊ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. പിന്നെ കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറത്ത് ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയൊരു ഭാഗമുണ്ട്. അപ്പൊ അതിലൊന്ന് ടച്ച് ചെയ്തിട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെന്ന് വെച്ചാൽ പോയിന്റ്സ് ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ വിക്രത്തിന്റെ കേസ് വരുന്നത് അവസാനം വരുന്നത് 26-ാം തീയതിയാണ് കേട്ടോ. അപ്പൊ അതിന്റെ തലേ ദിവസം ശങ്കരനാരായണനെ കാണാൻ വേണ്ടിയിട്ട് വാസവൻ വരികയാണ് കേട്ടോ. ശങ്കരനാരായണനെ ഭീഷണിപ്പെടുത്തി തനിക്ക് ഫേവർ ആയിട്ടുള്ള ഒരു വിധി പറയണമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ശങ്കരനാരായണന്റെ അടുത്തേക്ക് വാസവൻ വരുന്നത് കേട്ടോ. എന്ത് വേണിച്ച് നിങ്ങൾക്ക് ഞാൻ തരാം, എന്റെ മകനെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ ശ്രമിച്ച അവന് വധശിക്ഷ കൊടുക്കണം, അല്ലെങ്കിൽ നിയമത്തിന് പറ്റാവുന്ന എത്രയും വലിയ ശിക്ഷ കൊടുക്കാൻ പറ്റുമോ അത്രയും വലിയ ശിക്ഷ തന്നെ അവന് കൊടുക്കണം. അവന് ഈ പുറം ലോകം കാണരുത്, പുറത്തിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വലിയ കാര്യങ്ങൾ ഇങ്ങനെ ശങ്കരനാരായണനോട് പറയുമ്പോൾ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, ഒരാളുടെയും ഇഷ്ടത്തിനും ഒരാളുടെ താല്പര്യത്തിനും വേണ്ടിയിട്ടല്ല ഞാൻ കേസിന് വിധി പറയുന്നത്. സാക്ഷിമൊഴികളെയും തെളിവുകളിനെയും അടിസ്ഥാനമാക്കിയിട്ടാണ് ഞാനൊരു കേസിന് വിധി പറയാറ്. സാക്ഷിയും തെളിവുകളും അയാൾക്ക് എതിരാണെച്ചാൽ അയാൾക്ക് എതിരായിട്ടുള്ള ഒരു വിധി പറയും, അതല്ലെങ്കിൽ അങ്ങനെ ഒരു വിധി പറയും. അല്ലാതെ നിങ്ങളുടെ മകൻ അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ വന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ പറയുന്നത് പോലെ വിധി പറയാൻ ഞാൻ നിങ്ങളുടെ വേലക്കാരനൊന്നല്ല, അല്ലെങ്കിൽ ജോലിക്കാരനൊന്നല്ല. എനിക്ക് ശമ്പളം തരുന്നത് സർക്കാരിൻ്റെ നിന്നാണ്. അപ്പം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും എൻ്റെ നിന്ന് പ്രതീക്ഷിക്കേണ്ട. വിക്രം അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കോടതിയിൽ തെളിയുകയാണെങ്കിൽ വിക്രമിന് തക്കതായ ശിക്ഷ കിട്ടും, അതല്ലെങ്കിൽ വിക്രമിന് ജാമ്യം കിട്ടും. ഒന്നും ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. പിന്നെ ഇങ്ങനെയൊക്കെ ജഡ്ജിനെ വന്ന് കാണുന്നതോ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നതൊക്കെ തെറ്റാണ്. ഞാനിപ്പോ പോലീസിനെ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ ജയിലിലാവും, വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ടെന്ന് പറയാൻ കേട്ടോ. അപ്പൊ വാസവന് ദേഷ്യം വന്നിട്ടോ. വാസവൻ പറഞ്ഞു, ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല, നിങ്ങളുടെ ജോലി വരെ കളയാൻ എനിക്ക് പറ്റുമെന്ന് പറയാൻ കേട്ടോ. അപ്പൊ ശങ്കരനാരായണൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് അതിന് കഴിയുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യൂ, അല്ലാതെ എന്റെ ജോലിയെ തടസ്സപ്പെടുത്താൻ ഇങ്ങോട്ട് കയറി വരികയല്ല വേണ്ടത്. നിങ്ങളുടെ മകനും നിങ്ങളും എങ്ങനത്തെ ആൾക്കാരാണൊക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞതാണ്. വിക്രം നിങ്ങളുടെ മകനോട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണം ഉണ്ടായിരിക്കുമെന്നും എനിക്കറിയാം. വിക്രമിനെ ഞാൻ അറിയാത്തതൊന്നല്ല. പക്ഷെ കോടതിയിൽ മുഖ്യം തെളിവുകളും സാക്ഷിമൊഴികളുമാണ്. അതിനനുകൂലമായിട്ട് ഒരു വിധിയെ ഞാൻ പറയുള്ളൂ. അത് ചിലപ്പോൾ നിങ്ങളുടെ മകനെതിരായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ മകന് അനുകൂലമായിരിക്കാം. പക്ഷെ അതൊന്നും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റില്ല. ഒരു ജഡ്ജിനെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് കുറ്റകരാണ്, അത്ര എനിക്കിപ്പോ പറയാൻ പറ്റുള്ളൂ. സോ ഗെറ്റ് ഔട്ട് എന്ന് അറിയാൻ കേട്ടോ. അപ്പൊ വാസുവൻ പിന്നെ അവിടെ നിൽക്കുമ്പോ, ഇനിയും എനിക്ക് ഉറക്കെ പറയാൻ പറ്റില്ല, ഇതെന്റെ വീടാണ്, അതും ഈ സമയത്ത് ഇവിടേക്ക് കയറി വരാനോ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതും നിയമവിരുദ്ധമാണ്, പുറത്തു പോണെന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയുന്നുണ്ട്. അങ്ങനെ ദേഷ്യം വന്നിട്ട് വാസവൻ ഇറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അതൊക്കെ കഴിയുമ്പോഴാണ് കേസിന്റെ ഒരുവിധം ഒക്കെ സെറ്റായി. ശങ്കരനാരായണൻ വിധിയൊക്കെ എഴുതി തയ്യാറാക്കിയിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ബാലൻ സാറ് വരിക കേട്ടോ. ബാലൻ സാറ് വരുന്നതും ബാലൻ സാറിനെ ശങ്കരനാരായണനെ അറിയാവുന്നതും പരിചയമുള്ളതുമാണ് കേട്ടോ. അയാൾ പോലീസിലായിരുന്നല്ലോ, റിട്ടയർഡ് പോലീസ് ഓഫീസറാണ്. അതുകൊണ്ട് തന്നെ ശങ്കരനാരായണന് ബാലൻ സാറിന് നന്നായിട്ട് അറിയാം. വന്നതും, എന്താണ് ബാലൻ സാർ, എന്തെങ്കിലും സഹായം വേണോന്ന് ശങ്കരനാരായണൻ ചോദിക്കുമ്പോൾ ബാലൻ സാർ പറയുന്നുണ്ട്, ഞാൻ സാറിനോട് ഒരു കാര്യം ബോധിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറയണേ. എന്താണ്? അതൊക്കെ പോട്ടെ, അതിനു മുന്നേ സാറിന്റെ നിങ്ങളുടെ മകൾ എന്ത് ചെയ്യുന്നു? ബാലൻ സാറിന്റെ മകൾക്ക് പേരിട്ടതൊക്കെ ഈ ശങ്കരനാരായണനാണ് കേട്ടോ. അതുകൊണ്ട് ആ കുട്ടീനെ നന്നായിട്ട് ശങ്കരനാരായണനെ അറിയാം. ബാലൻ സാറ് പറയുന്നുണ്ട്, അവളിപ്പോ ഒരു അപകടം പറ്റിയിട്ടും ആശുപത്രിയിലെ ക്രിട്ടിക്കൽ സ്റ്റേജിലാണ്, രക്ഷപ്പെടുന്ന ഒരു ഉറപ്പുമില്ല, മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ് എന്റെ മകൾ എന്ന് പറയുമ്പോൾ തന്നെ ശങ്കരനാരായണ ആകെ ഒരു മുഖത്തൊരു ഭാവമാറ്റം ഉണ്ടാവും, ആകെ ഇതാവട്ടും, പേടിയാവും. അപ്പൊ എന്ത് പറ്റി, എന്താണ് മകൾക്ക് സംഭവിച്ചതെന്ന് പറയും. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്റെ മകൾക്ക് സംഭവിച്ചത് എന്നൊക്കെ ബാലൻ സാറ് ശങ്കരനാരായണന് പറയുമ്പോൾ ശങ്കരനാരായണൻ ദേഷ്യം വന്നിട്ട് എണീക്കിട്ടു. ഇത് പറയാനാണ് ഞാൻ സാറിന്റെ അടുത്ത് വന്നത്. അങ്ങനെയൊക്കെ എന്റെ മകളെ ഉപദ്രവിച്ച് കൊല്ലാക്കൊല ചെയ്ത അവനെ അതറിഞ്ഞിട്ടാണ് വിക്രം നടു റോട്ടിലിട്ട് തല്ലി കൊല്ലാറാക്കിയത്. എനിക്ക് വേണ്ടിയിട്ട്, എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് വിക്രം അത് ചെയ്തത്. ഇന്ന് വരെ വിക്രം അത് വരുണിനെ ഉപദ്രവിച്ചത് എന്തിനാന്ന് വിക്രം ആരോടും പറഞ്ഞിട്ടില്ല. അത് എന്റെ മകളുടെ പേര് പുറത്തു വരാതിരിക്കാനും അവൾക്ക് ഇനി അതൊരു
അപമാനായിട്ടും ഇനി ആരും അവളേനെ അങ്ങനെ ഒരു കണ്ണുകൊണ്ട് നോക്കരുത് എന്നൊക്കെ വിചാരിച്ചിട്ട് എന്റെ മകളുടെ പേര് പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ചെയ്ത തെറ്റ് അംഗീകരിച്ചതും ആരോടും അതിനെക്കുറിച്ച് പറയാഞ്ഞതും. ഞാനും എന്റെ മക്കളും കാരണമാണ് ഇപ്പൊ വിക്രം ജയിലിൽ കിടക്കുന്നത്. അവനെ സാർ രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കൈ കൂപ്പിയിട്ട് ശങ്കരനാരായണനോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ശങ്കരനാരായണൻ പറയുന്നുണ്ട് വിഷമിക്കരുത്, നമുക്ക് വേണ്ടത് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആലോചിച്ചിരിക്കുകയാണ് ശങ്കരനാരായണൻ. വിക്രം ചെയ്തത് ശരിയാണ്, പക്ഷെ തെറ്റുമാണ്. രണ്ട് രീതിയിലും നിൽക്കുന്നുണ്ട്. പക്ഷെ ആ കുട്ടിയോട് ഇത്രയും ക്രൂരമായിട്ട് പെരുമാറിയ ഒരാളോട് ഇതിനും ക്രൂരമായിട്ട് വേറൊരാൾക്കും ഇതിന് ഇത്രയൊക്കെ കൊടുക്കാനേ പറ്റുമോ, ഇത്ര ശിക്ഷയെങ്കിലും അവൻ അനുഭവിക്കണം എന്നുള്ളത് എന്ന് വിചാരിച്ച വിക്രമിന്റെ ചിന്താഗതിയും ശരിയാണെന്ന് ശങ്കരനാരായണൻ വിചാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ശങ്കരനാരായണൻ ഒരു സഹായത്തിനായിട്ട് ദർശനെ വിളിക്കുന്നുണ്ട്. ദർശനോട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശങ്കരനാരായണൻ. ഇങ്ങനെയാണ്, ഇത് കാരണമാണ് വിക്രം അത് ചെയ്തത്. അതുകൊണ്ട് വിക്രത്തിന് വേണ്ടി നീ നാളെ കോടതിയിൽ ഹാജരാവണം, കേസ് നീട്ടിവെക്കാൻ അഭ്യർത്ഥിക്കണം, ഒരു ദിവസം കൂടി കേസ് നീട്ടിവെക്കാൻ അഭ്യർത്ഥിക്കണം. അങ്ങനെ വിക്രത്തിന് നിനക്ക് പുറത്തിറക്കാൻ പറ്റുമോ എന്ന് നീ ശ്രമിച്ചു നോക്കുമോ എന്ന് ദർശനോട് ശങ്കരനാരായണൻ അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പൊ ദർശൻ പറയുന്നുണ്ട്, ഏയ് സാർ എന്തിനാ അങ്ങനെയൊക്കെ എന്നോട് ചോദിക്കുന്നത്, നീ ഇത് ചെയ്യേ എന്ന് മാത്രം സാർ എന്നോട് പറഞ്ഞാൽ മതി. വിക്രത്തിന് വേണ്ടി, വിക്രം ചെയ്തതിൽ തെറ്റൊന്നുമില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ വിക്രത്തിന് വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. വിക്രത്തിന് വേദയ്ക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണ്. നാളെ ഞാൻ കോടതിയിൽ ഹാജരാവാം, വിക്രത്തിന് വേണ്ടി വാദിക്കാനും ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ കേട്ടോ. നല്ലൊരു കാര്യമല്ലേ വിക്രം ചെയ്തത്. അങ്ങനെയുള്ളവർക്ക് അങ്ങനത്തെ ശിക്ഷ തന്നെ വേണം. അല്ലാതെ കോടതി നിയമമൊക്കെ നോക്കി എപ്പോഴും നമുക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ. കോടതിനെ കാണിച്ചാൽ അവന്റെ അച്ഛന്റെ സ്വാധീനം വെച്ച് പുല്ലുപോലെ ഇറങ്ങി വരും. അത് വിക്രത്തിന് അറിയാവുന്നത് കൊണ്ടായിരിക്കാം വിക്രം ഇങ്ങനെയൊക്കെ ചെയ്തത്. വിക്രം ചെയ്തതിലെ നന്മ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഞാൻ നാളെ കോടതിയിൽ വരും, വിക്രത്തിന് വേണ്ടി വാദിക്കാൻ വിക്രത്തിന്റെ വക്കീലായിട്ട് ഞാൻ വരും, എനിക്കതിൽ ഒരു എതിർപ്പില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം കോടതി കൂടുമ്പോൾ വിക്രത്തിന്റെ വക്കീലായിട്ട് ദർശനായിരിക്കും ഉണ്ടായിരിക്കുക. ദർശൻ അന്ന് ഒന്നും വാദിക്കൊന്നുമില്ല, കാരണം കേസ് കൈ കിട്ടിയിട്ടല്ലേ ഉള്ളൂ. വിക്രത്തിന്റെ കേസ് പഠിക്കാൻ ദർശന് കുറച്ച് സമയം വേണമെന്ന് ആവശ്യപ്പെടുകയും കേസ് പിന്നൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ വിക്രത്തിന്റെ കേസ് വാദിച്ച് ദർശൻ വിക്രത്തിനെ പുറത്തിറക്കുന്നുണ്ട്, ജാമ്യത്തിൽ ഇറക്കുന്നുണ്ട്. ആ ജാമ്യത്തിൽ ഇറക്കുന്ന ആ ഒരു ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ ദേഷ്യത്തിന് വിക്രത്തിന്റെ ഭാര്യനെ, അതായത് വേദേനെ വാസവന്റെ ആൾക്കാർ തട്ടിക്കൊണ്ടു പോകുന്നൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. അപ്പൊ വീഡിയോ ഇഷ്ടമാക്കി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്